ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് ബയോളജി എക്സാം റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാകും. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ ലൈറ്റാണുള്ളത്. അപ്പോൾ ഒട്ടും വിളിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഫ്രഷ് ആവുക ചെയ്തു. അപ്പോൾ നമുക്ക് എന്നാൽ റിവ്യൂയിലേക്ക് കിടക്കാം. ബയോളജി എക്സാമിനെ കുറിച്ച് എനിക്കിപ്പോൾ പറയുന്നത് എല്ലാ ടെക്സ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒന്നും വല്ലാതെ ബുദ്ധിമുട്ടിച്ച് വന്നിട്ടൊന്നുമില്ല. സാധാ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് ബോട്ടണി പിന്നെയും ഓർമ്മ കിട്ടി. പക്ഷേ സുവോളജി ആയപ്പോൾ എനിക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ശരിയായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബോട്ടണി ആണെങ്കിലും എനിക്ക് ചില എ ക്വസ്റ്റ്യൻ അറിയാം, ബി ക്വസ്റ്റ്യൻ അറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആൻസേഴ്സ് ഞാൻ എന്തൊക്കെ ഞാൻ ഏത് ആൻസേഴ്സാണ് എഴുതിയെന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഇത് ശരിയായിക്കോളണം എന്നില്ല. ഞാൻ എൻ്റെ എഴുതിയെന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബോട്ടണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ ഇടയിലിടയിൽ ചില എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അത് ബോട്ടണിയിൽ കേട്ടോ. അപ്പോൾ ബോട്ടണിയിലാണ് പിന്നെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളത്. എല്ലാം നല്ല ഇടയിലിടയിൽ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് പറയാൻ തുടങ്ങാം. ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറ്റംസ് ബിലോങ് ടു ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻസ്. ഇത് ക്രൈസോഫൈറ്റ്സിനാണ് ഞാൻ എഴുതിയത്. പിന്നെ സെക്കൻഡ് വൺ, ദ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ റോഡോഫീസെ. അത് ഞാൻ ഫ്ലോറിഡിയൻ സ്റ്റാർസിനാണ് എഴുതിയത്. പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് വെനേഷൻ ഡു യു ഒബ്സർവ് ഇൻ ഡൈക്കോട്ട് അത് ഞാൻ റെറ്റിക്കുലേറ്റ് വെനേഷനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയതാണ്. ഒരു ഗ്രാഫ്. അതെനിക്ക് ശരിയാണോന്നൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് അടിച്ച് എഴുതിയതാണ്. 2 മാർക്ക് ചെയ്ത സ്ഥലം എന്താണ് റിപ്രസെൻറ്റ് ചെയ്യണതെന്ന് അങ്ങനെയാണ് തോന്നുന്നു ചോദിച്ചത്. ഞാൻ എന്തായാലും അവിടെ എക്സ്പോണൻഷ്യൽ ഫേസിന് എഴുതി. നമുക്കൊരു ഗ്രാഫില്ലേ, ലാഗ് ഫേസ്, ലോഗ് ഫേസ്, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്, പിന്നെ സ്റ്റേഷനറി ഫേസ് എന്നുള്ളത് ആ പ്ലാൻ ഗ്രോത്തിൻ്റെ ചാപ്റ്ററിൽ. അപ്പോൾ അതിലാണ് ഞാൻ എഴുതിയത്. അതിൽ ഞാൻ എക്സ്പോണൻഷ്യൽ ഫേസ് അല്ലെങ്കിൽ ലോഗ് ഫേസ് എന്ന് പറയും. അതാണ് ഞാൻ അവിടെ 2 എന്നുള്ള സ്ഥലത്ത് എഴുതിയത്. അത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എഴുതിയത്. നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിൽ 6th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ഡു ദ ടേംസ് ഫൈക്കോബയോൺ ആൻഡ് മൈക്കോബയോൺ സിഗ്നിഫൈ. അത് ഞാൻ ആൽഗൽ കോമ്പോണൻ്റ് ആണ്. പിന്നെ മറ്റേത് ഫംഗൽ കോമ്പോണൻ്റ് ആണ്. സിംബയോൺസിന് ജസ്റ്റ് ഒന്ന് നമ്മൾ റിഫൈൻ ചെയ്ത് വെച്ചു അവിടെ. പിന്നെ മാച്ച് ദ ഫോളോയിങ് 7th ക്വസ്റ്റ്യൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ. ക്ലാമിഡോമനാസ് ഞാൻ ആൽഗയ്ക്കും, പിന്നെ സൈക്കാസ് ഞാൻ ജിംനോസ്പേംസിനും, പിന്നെ സിലാഗിനല്ല അത് ടെർഡോഫൈറ്റ്സിനും, ഷാഗ്നം അത് മോസിനാണ് ഞാൻ മാച്ച് ചെയ്തത്. പിന്നെ 8th ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഫിഗർ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്സ് എ ആൻഡ് ബി. അത് എ ഞാൻ സബ്സിഡറി സെൽസ് എന്നും ബി ഗാർഡ് സെൽസ് എന്നാണ് പറഞ്ഞത്, ഞാൻ എഴുതിയത്. പിന്നെ വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റൊമാറ്റോ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ്. അത് ഞാൻ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ്, പിന്നെ സബ്സിഡറി സെൽസ്, സറൗണ്ടിങ് സബ്സിഡറി സെൽസ് ആൻഡ് ഗാർഡ് സെൽ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് അങ്ങനെയാണ് എഴുതിയത്. പിന്നെ 9th ക്വസ്റ്റ്യൻ അത് ഞാൻ എഴുതി. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയത് ക്ലോസ്ഡ് കോൺജോയിൻ്റ് ആണെന്ന് എഴുതി. പിന്നെ നമ്മൾ ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നുള്ളത് എഴുതില്ല. അപ്പോൾ അതെനിക്ക് തെറ്റിയോ എന്നൊരു ഡൗട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി എഴുതിയോ. ഞാൻ സാധാരണ ഇവിടെ ഇങ്ങനെ ലൈറ്റായിട്ട് എഴുതി വയ്ക്കാറുണ്ട്. പക്ഷെ ഇത് ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ 1, 2, 3 മാർക്ക് ചെയ്തത് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ സൈലം, സെക്കൻഡ് വൺ ഫ്ലോയമും, പിന്നെ തേർഡ് വൺ ക്യാമ്പിയം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കോൺജോയിൻ്റ് എഴുതിയിട്ടുണ്ട്. ഓപ്പണും ക്ലോസ്ഡും എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നൊരു ഡൗട്ട് ഉണ്ട്. The question, an accepted model of the structure of a cell membrane was proposed by Singer and Nichols. ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്റർ പഠിച്ചിട്ടേ ഇല്ല. പിന്നെ ബയോമോളിക്യൂൾസ് എനിക്ക് ചില പ്രീവിയസ് ഇയറത്തെ എല്ലാ ക്വസ്റ്റൻസും ഇല്ല കേട്ടോ. ചില ക്വസ്റ്റൻസ് മാത്രമേ ഞാൻ നോക്കി പോയുള്ളൂ. ഞാൻ ശരിക്കും സെൽ ദ യൂണിറ്റും റെസ്പിറേഷനും പിന്നെ നമ്മുടെ ഒരു ചാപ്റ്റർ ബയോമോളിക്യൂൾസും ഈ 3 വിടാമെന്ന് വിചാരിച്ചത്. പിന്നെ വെയിറ്റേജ് നോക്കിയപ്പോൾ എനിക്ക് ബോട്ടണി റെസ്പിറേഷൻ പഠിക്കുന്നത് നല്ലത് തോന്നി. അപ്പോൾ അത് പഠിച്ചു. പക്ഷേ സെൽ ദ യൂണിറ്റും ബയോമോളിക്യൂൾസും ഞാൻ വിട്ടിട്ടാണ് പോയത്. പക്ഷേ ബയോമോളിക്യൂൾസ് ചിലത് ഞാൻ പഠിച്ചു, അത് വരും ചെയ്തു കേട്ടോ. പിന്നെ 11th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ ആൻസർ അത് ഞാൻ ചെയ്തു. എ ക്വസ്റ്റ്യൻ ഞാൻ ക്രിസ്റ്റിയാണ് ഓഡ് വൺ എഴുതിയത്. സ്ട്രോമ ഗ്രാന, സ്ട്രോമ ലാമിലെ അതൊക്കെ ഇപ്പോൾ മറന്നു. എക്സാം എഴുതി കഴിഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചതെല്ലാം മറന്നു. നമ്മുടെ മിസോഫിൽ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ള മിസോഫിൽ സെൽസിലത്തെ ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ നമ്മുടെ മറ്റേ ഇതിൻ്റെ പാർട്ടാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ ബി ക്വസ്റ്റ്യൻ, ക്രൊമാറ്റിഡും ഫിംബ്രിയെ പിന്നെ കനറ്റോകോറും സെൻട്രോമേറും. അത് ഞാൻ മറ്റേതൊക്കെ നമ്മുടെ ഫിംബ്രിയാണ് ഓഡ് വൺ എഴുതി. പിന്നെ ഫിംബ്രി എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സെൽ ദ യൂണിറ്റിലത്തെ ആയിരിക്കാം, അതൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല അത്. പിന്നെ ക്രൊമാറ്റിഡ്, കനറ്റോകോർ, സെൻട്രോമേർ നമ്മുടെ സെൽ ഡിവിഷൻ്റെ ആ ചാപ്റ്ററിലുള്ളതല്ല. അങ്ങനെ എഴുതിയതല്ല. ഞാൻ എഴുതി അവിടെ ഞാൻ കുറച്ച് നേരം ചിന്തിച്ചിരുന്നു കേട്ടോ. അവിടെ എന്താ എഴുതണ്ടേന്ന് ആലോചിച്ചിട്ട് ക്രോമോസോംസിൻ്റെ സ്പ്ലിറ്റിംഗ് ഓഫ് അങ്ങനെ എന്താണ് എഴുതിയത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞത് എൻ്റെ മൈൻഡെല്ലാം ബ്ലാങ്ക്, എല്ലാം ഡിലീറ്റഡ് ഓപ്ഷനിലേക്ക് പോയി. എൻ്റെ റിസൈക്ലിംഗ് ബിന്നിൽ നിന്നും കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയണതെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ലൈറ്റായിട്ട് ചെറുതായിട്ട് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറയണത് നോക്കിയിട്ട്, അല്ലാതെ എൻ്റെ ഓർമ്മ ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ 12th ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ അബ്രിവിയേഷൻ RUBP, വാട്ട് ഈസ് ഇറ്റ്സ് റോൾ ഇൻ ഫോട്ടോസിന്തസിസ്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്താ എഴുതിയത്? അത് കുറച്ച് വലുതായത് എനിക്ക് ഓർമ്മയില്ല. അത് എഴുതിയിട്ടുണ്ട് ഞാൻ എന്തായാലും. റെബിലോസ് 1,5 ബൈഫോസ്ഫേറ്റ് ആണ്. അത്
ഡീകാർബോക്സിലേഷൻ വഴി അങ്ങനെയൊക്കെ എഴുതി. ഇൻ ദ പ്രസൻസ് ഓഫ് റുബിസ്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതിയത്. പിന്നെ 13th ക്വസ്റ്റ്യൻ ഇൻ C3 പ്ലാന്റ് ലൈറ്റ് ഡിപെൻഡൻറ്റ് സൈക്ലിക് പ്രോസസ്സസ് ഒക്യൂറിംഗ് ദാറ്റ്. അത് 13th ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നെയിം ദ പ്രോസസ്, അത് ഞാൻ ഫോട്ടോ റെസ്പിറേഷൻ ആണ് എഴുതിയത്. പിന്നെ ബി ക്വസ്റ്റ്യൻ ഇൻ ദിസ് പ്രോസസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഇറ്റ് കൺസ്യൂംസ് എനർജി വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണ്, അത് ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്. പിന്നെ അത് ATP വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും, അപ്പോൾ നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് എഴുതി. പിന്നെ പൈറുവേറ്റ് അണ്ടർഗോസ് ആൻഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ബൈ എ കോംപ്ലക്സ് സെറ്റ് ഓഫ്. അത് 14th ക്വസ്റ്റ്യൻ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. A ക്വസ്റ്റ്യൻ എന്താണ്, നെയിം ദ കോമ്പൗണ്ട് ഫോം ഫ്രം ദിസ് റിയാക്ഷൻ. അത് ഞാൻ ഇത് നമ്മുടെ ക്രെബ് സൈക്കിളിൻ്റെ എന്താ പറയുക റെസ്പിറേഷൻ പ്ലാന്റ്സ് അല്ലേ, അത് അസറ്റൈൽ CoA അങ്ങനെയാണ് ഞാൻ എഴുതിയത്. അതാണ് എന്നിട്ട് ക്രെബ് സൈക്കിളിലേക്ക് കയറുകയെന്ന് എനിക്ക് തോന്നുന്നു, അതാണ് തോന്നുന്നു. പിന്നെ ബി ക്വസ്റ്റ്യൻ നെയിം ദ എൻസൈം ദാറ്റ് കാറ്റലൈസസ് ദിസ് റിയാക്ഷൻ. എന്താ ഇവിടെ ഞാൻ ലൈറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് ഞാൻ എഴുതിയത്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് കാറ്റലിസ്റ്റായി വർക്ക് ചെയ്യുന്നത് ഞാൻ എഴുതിയത്. പിന്നെ 15th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബോൾട്ടിങ്. എനിക്കറിയില്ല, ഞാൻ സ്റ്റണ്ടഡ് ഗ്രോത്തിൻ്റെ ഒക്കെ ഓരോ കഥകളൊക്കെ എഴുതി വെച്ചു. അത് വേറെ എന്തോ ആണ്, സീഡ് ഉണ്ടാവാൻ പോണേൻ്റെ എന്താണ് എഴുതേണ്ടത്. ഞാൻ അങ്ങോട്ട് ഓരോ ഡിസീസൊക്കെ പറഞ്ഞ് എഴുതി പാകത്തിന്. അത് ജസ്റ്റ് സീഡ് ഉണ്ടാവേണ്ട കാര്യമായിരുന്നു. പിന്നെ ബി ക്വസ്റ്റ്യൻ അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ വിച്ച് ഹോർമോൺ ഇസ് യൂസ്ഡ് ഫോർ ബോൾട്ടിങ്. എനിക്ക് ശരിക്കും അറിയില്ല, ഞാനത് ജിബർലിൻ നിന്ന് എഴുതി വെച്ചു. അതിന് ജിബർലിൻ നിന്ന് എഴുതി വെച്ചത്. എനിക്ക് ഉറപ്പില്ല കേട്ടോ, അത് അവസാനം ആകുമ്പോഴേക്കും എനിക്ക് മറന്നു. ബോൾട്ടിങ് എന്ന് കേട്ടവരുണ്ട്, ശരിക്കും ജിബർലിനാണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല, എനിക്ക് ഒട്ടും ഉറപ്പില്ല. 15th ക്വസ്റ്റ്യൻ. പിന്നെ 16th ക്വസ്റ്റ്യൻ ഞാൻ എക്സ്ട്രാ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ കോളിയോപ്റ്റൈലിൻ്റെ എന്തോ സോഴ്സ് ഓഫ് വിച്ച് പ്ലാന്റ് ഹോർമോൺ, അതും എനിക്കറിയില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കോളിയോപ്റ്റൈൽ അത് ടെക്സ്റ്റിൽ ഡയഗ്രാമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതങ്ങനെ നോക്കി പോയില്ല. ഞാൻ ആൻസർക്ക് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ്. സോഴ്സ് ഓഫ് വിച്ച് പ്ലാന്റ് ഹോർമോൺ അത് ഞാൻ എന്താ എഴുതി, ഓക്സിൻ എഴുതി നോക്കണം. പിന്നെ അതിൻ്റെ 3 എഴുതി വയ്ക്കുകയും ചെയ്തു. റോള് പറഞ്ഞാൽ അതിൻ്റെ ഇത് ട്രൈ 3 റോൾസ് ഓഫ് എബവ് ഐഡൻറ്റിഫൈഡ് ഹോർമോൺ, അത് ഞാൻ എഴുതി വെച്ചു. അതിൻ്റെ ഫങ്ഷൻസ് പോലെ എന്താ ചെയ്യാന്നുള്ളത് ഓക്സിൻസിൻ്റെ. പിന്നെ നമുക്ക് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഞാൻ ഇതിൽ ഒരെണ്ണം എക്സ്ട്രാ എഴുതിയിട്ടുണ്ട് കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ആയി പോകും, ബോൾട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇത് ഞാൻ ഇപ്പോൾ എഴുതിയത്. അത് ഏതെങ്കിലും ഒന്ന് പോകും എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എക്സ്ട്രാ എഴുതിയത്. പിന്നെ മറ്റേതും പോകും, എന്താ പറയുക നമ്മുടെ അനാറ്റമീൻ്റെ എഴുതിയില്ലേ, എനിക്ക് തിരിച്ചെഴുതുന്നതന്നെ തോന്നണേ. പിന്നെ 17th ക്വസ്റ്റ്യൻ എന്താ ഒബ്സർവ് ദ ഫിഗേഴ്സ് A and B, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് A and B. ഞാൻ A സൈമോസും പിന്നെ B റാസെമോസ് എന്നാണ് എഴുതിയത്. എനിക്ക് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തിരിച്ചെഴുതി. പറഞ്ഞാൽ റാസെമോസ് ആയിരിക്കും സൈമോസ് ആയിരിക്കുമോ എന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടി. പറഞ്ഞാൽ ആദ്യം നമ്മുടെ ടെക്സ്റ്റ് വരുമ്പോൾ പഠിക്കുക റാസെമോസ്, എന്നിട്ട് സൈമോസ്. എൻ്റെ ഗൈഡ് ഒരു എക്സാമിനറിൻ്റെ ഗൈഡ് നോക്കിയിട്ട് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ റാസെമോസ് ആദ്യം പറഞ്ഞു, പിന്നെ സൈമോസ് പറഞ്ഞു. ഞാൻ ഡയഗ്രാമൊന്നും നോക്കുന്നില്ല, പക്ഷേ തിയറിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു രീതിയിൽ വെച്ച് എഴുതിയതാണ്. A ക്വസ്റ്റ്യൻ ഞാൻ സൈമോസ് എന്നാണ് എഴുതിയത്, B ക്വസ്റ്റ്യൻ ഞാൻ റാസെമോസ് എന്നാണ് എഴുതിയത്. റൈറ്റ് ഇനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഒന്ന് മേജർ ആക്സിസ് എന്താ ആക്സിസ് അത് എന്താണ് ഒരു ഫ്ലവർ, മേജർ ആക്സിസ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഫ്ലവറിലേക്കാണ്. പിന്നെ മറ്റേതാണെങ്കിൽ ലാറ്ററലിയാണ് ഫ്ലവേഴ്സ് വരിക. പിന്നെ മെയിൻ ആക്സിസ് വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. പിന്നെ എന്താണ് 18th ക്വസ്റ്റ്യൻ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 3 മാർക്കിൽ ഞാൻ 3 മാർക്കിൻ്റെ എന്താ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിലത്തെ 3 എഴുതാനാണ് പറഞ്ഞത്, ഞാൻ 4 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 18th ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് അത് ഞാൻ എന്താ പറയുക അനാഫേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റൈറ്റ് ഇനി 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ്. അതെന്താണ് ക്രോമാറ്റിക്സ് സ്പ്ലിറ്റ് ആവും, സെൻട്രോസോമിൻ്റെ നടുക്കുന്ന സ്പ്ലിറ്റ് ആവും. പിന്നെ അത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് ഇങ്ങനെ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ പാത്വേ കൂടെ ഇങ്ങനെ പോകും. പിന്നെ റൈറ്റ് ഇനി 3 സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസും അതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയത് കഷ്ടപ്പെട്ട് ചിന്തിച്ച് എഴുതിയതാണ് മൈറ്റോസിസിൻ്റെ. മിയോസിസിൻ്റെ അറിയാം, മൈറ്റോസിസിനെയാണ് എനിക്ക് പിന്നെയും ഓർമ്മ ഇല്ലാത്തിരുന്നത്. എന്താ സെൽ റിപ്പയർ, സെൽ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൈറ്റോസിസാണ് വേണ്ടത്, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് എഴുതി. പിന്നെ 19th ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് എയും ബിയും കിട്ടുന്നുണ്ട്, സി കിട്ടുന്നില്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും എനിക്കിവിടെ. പിന്നെന്താണ് 19th ക്വസ്റ്റ്യൻ ഡയഗ്രാമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഓഫ് ആസെൻസ് പാത്വേസ് ഫ്രം ബിലോ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. A ഐഡൻറ്റിഫൈ ദ സെൽ A and B. എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഡയഗ്രാം ഒന്നും ശരിക്കും ഞാൻ ഏതൊക്കെയോ ഡയഗ്രാം നോക്കിപ്പോയി, അതൊന്നും വന്നില്ല. ഞാൻ നോക്കാത്ത ഡയഗ്രാമാണ് വന്നത്, നോക്കാത്ത ഞാൻ മറന്നു പോയതാണ്. ഈ ഡയഗ്രാംസ് ഒക്കെ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല, നോക്കേണ്ടതായിരുന്നു. അപ്പോൾ ഐഡൻറ്റിഫൈ ദ സെൽസ് A and B. A ഞാൻ മീസോഫിൽ നിന്നും B ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്നാണ് എഴുതിയത്. എനിക്കറിയില്ല ശരിയാണോ എന്ന്, ഞാൻ നോക്കാതെ പോയ സാധനമാണ് ഞാൻ എഴുതിയത്. ആദ്യത്തെ കാർബൺ ഫിക്സേഷൻ മീസോഫിലാണ് നടക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്, ഇത് താഴ്ത്തിക്കാൻ ആരോ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇത് മീസോഫിലും ബണ്ടിൽ ഷീറ്റിനും എഴുതിയതാണ്. പിന്നെ B ക്വസ്റ്റ്യൻ
വൈ ദിസ് പാത്വേ ഈസ് കോൾഡ് C4 പാത്വേ, ഞാൻ അങ്ങനെ തള്ളി ഓരോന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റിന് 3 അഡ്വാൻറ്റേജസ് ഓഫ് C4 അവിടെ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി 3 പിന്നെന്താ, പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ അത് റെസ്പിറേഷൻ്റെ ആയിരുന്നു, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഐഡൻറ്റിഫൈ ദ പാത്വേ കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനഎയറോബിക് റെസ്പിറേഷൻ, അത് നമ്മുടെ ഗ്ലൈക്കോലിറ്റിക് പാത്വേ ആണ് രണ്ടെണ്ണത്തിലും കോമൺ ആണ് ഞാൻ എഴുതിയത്. പിന്നെ ബി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ സ്കീം ബൈ ഫില്ലിംഗ് A, B, C and D. അപ്പോൾ ഞാൻ എന്താ എഴുതിയത്, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഞാൻ എഴുതിയത്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനും ബി ഞാൻ ഇവിടെ എഴുതിയത് മാച്ചുപോയി, കുറേ വെട്ടും കുത്തൊക്കെ വെച്ച് എഴുതിയതാണ്. ബി എനിക്ക് കിട്ടുന്നുണ്ടായില്ല. എന്താ ഞാൻ എഴുതിയത്, ഗ്ലിസറാൽഡിഹൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയത്. ഗ്ലിസറാൽഡിഹൈഡ് 1,5-ബൈഫോസ്ഫേറ്റ് ആണ് ഞാൻ എഴുതിയത്. പിന്നെ C 2 ഇൻറ്റു പറഞ്ഞ 2 മോളിക്യൂൾസ് ഓഫ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 ഇൻറ്റു 2 ഫോസ്ഫോഗ്ലിസറേറ്റ് 2 ഇൻറ്റു 2 ഫോസ്ഫോഗ്ലിസറേറ്റ് 2 ഇൻറ്റു എന്ന് പറയാൻ കാരണം 2 മോളിക്യൂൾസ് ഓഫ് 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടായി. അതാണ് C ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത്. പിന്നെ D ഞാൻ 2 ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്നാണ് എഴുതിയത്. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ C ക്വസ്റ്റ്യൻ മെൻഷൻ ദ 3 ways in which different cells handle pyruvic acid produced by this അത് എനിക്ക് ശരിക്കും മനസ്സിലായി. അതിലേക്ക് ഇങ്ങനെ പ്രോസസ്സ് പോയാണ് എഴുതേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് വന്നു. പറഞ്ഞ് ഇത് അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നതാണ്. അതോ മറ്റ് 3 പാത്വേസ് ഉണ്ടല്ലോ പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ക്രെബ് സൈക്കിളിലേക്ക് പോകും. ക്രെബ് സൈക്കിളിൽ ലിങ്ക് റിയാക്ഷൻ ഇല്ലേ പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലേക്ക് പോകും അങ്ങനെ പറയില്ലേ, അതാണ് എഴുതുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതാണ് എഴുതിയത്. എന്താ പറയുക, ക്രെബ് സൈക്കിൾ, പിന്നെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, പിന്നെ എന്താ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഈ 3 ഞാൻ എഴുതിയത്. മെൻഷൻ്റെ 3 വേവ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 എഴുതിയത്. അപ്പോൾ അതോടെ നമ്മുടെ ബോട്ടണി കഴിഞ്ഞു. പക്ഷെ എനിക്ക് എഴുതി തൃപ്തിയായത് ബോട്ടണിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ ചില എക്സ്ട്രാ ക്വസ്റ്റ്യൻ്റെ എയും ബിയെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ പറഞ്ഞ C മനസ്സിലായെങ്കിൽ എയും ബിയെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ സുവോളജിയിൽ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് സുവോളജിയിൽ എനിക്ക് ആ ക്വസ്റ്റ്യനെ എനിക്ക് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഓർമ്മ വരുന്നില്ല ഒന്നും. അപ്പോൾ സുവോളജി ഞാൻ കുറച്ച് പണി ചെയ്തു. പിന്നെ പേപ്പർ 3:55 വരെ ഉണ്ട് എന്നാണ് ഹോൾ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ കയ്യിൽ നേരത്തെ വാങ്ങി, അപ്പോൾ സമയം തികയായി അങ്ങനെയൊക്കെ വന്നു. പക്ഷെ എന്നിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയിട്ടോ, സമയം തികയാതെ വന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് സുവോളജിയിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാൻ ടൈം കണ്ടെത്തി. നമുക്ക് സുവോളജിയിലേക്ക് കിടക്കാം. സുവോളജിയിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിൽ ഞാൻ 3 തന്നെ എഴുതിയിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചറും പിന്നെ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വൺ ഗീവ് സ്യൂട്ടബിൾ ടേംസ് ഫോർ ദ ഗിവൺ. എന്താണ് റെസ്പിറേഷൻ ത്രൂ സ്കിൻ, അത് ക്യൂട്ടിനസ് റെസ്പിറേഷൻ അല്ലേ അതും. പിന്നെ B പൾമണറി റെസ്പിറേഷൻ ആണ് എഴുതിയത്. പിന്നെ ഫോർത്ത് വൺ ഞാൻ ആക്റ്റിനും B മയോസിൻ എന്നാണ് എഴുതിയത്. ഇത്ര എഴുതിയിട്ടുള്ളൂ, 3 ആയല്ലോ. പിന്നെ ആൻസർ ഇനി 9 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസിൻ്റെ അതിൽ എഴുതി 9 എഴുതാൻ 2 മാർക്കിൻ്റെയാണ്. അപ്പോൾ 6th ക്വസ്റ്റ്യൻ ഞാൻ എഴുതി റൈറ്റ് ടു എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോക്സ് അത് എഴുതി. എന്താ ഇത് നമ്മുടെ വോക്കൽ സാക്സിൻ്റെ അവർക്ക് മെയിലിന് അങ്ങനത്തെ പറഞ്ഞ് ഞാൻ എഴുതി 2. പിന്നെ 7th ക്വസ്റ്റ്യൻ റൈറ്റ് ദ കറക്റ്റ് പാത്ത് ഓഫ് കാർഡിയാക് ഇമ്പൾസ്. അതെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ആദ്യം പാർക്കിൻ്റെ ഫൈബേഴ്സാണ് വരിക ബണ്ടിൽ ഓഫ് ഫേസ് ആണോ വരിക എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ആദ്യം സൈനോ ആക്ഷൻ നോഡ് എഴുതി, പിന്നെ സെക്കൻഡ് AV നോഡ് എഴുതി, പിന്നെ തേർഡ് ബണ്ടിൽ ഓഫ് ഫേസിനെ പറഞ്ഞില്ല അത് എഴുതി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പാർക്കിൻ്റെ ഫൈബേഴ്സിനെ എഴുതി. പിന്നെ SA നോഡ് ഇസ് കോൾഡ് ഫേസ് മെർക്ക് അത് ഞാൻ കുറേ ഇൻഡിവിജ്വൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞാണ് എന്താ പറയുക ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് കാർഡിയക് സൈക്കിളിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി ഞാൻ. 8th ക്വസ്റ്റ്യൻ ആനിമൽ കിങ്ഡത്തിനാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ നന്നായി നോക്കി പോലും. പക്ഷേ ഈ ഫിഗറൊന്നും ഞാൻ പഠിച്ചു പോയിട്ടില്ല. ഞാൻ ആകെ ഏക്കിനോട് സോറി എന്താ പറയുക നമ്മുടെ പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ നിഡാറിയൻ്റെ ഒക്കെ ഓരോന്നുണ്ടാവില്ല, നിഡാറിയൻ്റെയും പിന്നെ വേറെ എന്തിലേക്കാണ് ഞാൻ നോക്കി പോയത്. ഇതിനൊന്നും ഞാൻ നോക്കിയിട്ടായിരുന്നില്ല. പിന്നെ 9th ക്വസ്റ്റ്യൻ, അപ്പോൾ 8th ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല കേട്ടോ. 9th ക്വസ്റ്റ്യൻ എ ഫ്യൂ സ്ട്രക്ചേഴ്സ് ഓർഗൻസ് ഓഫ് ആനിമൽസ് ആർ ഗിവൺ ബിലോ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് കൺഫ്യൂഷൻ വന്നു. ഞാൻ രണ്ടാമത്തെ ദിവസമാണ് ഈ ചാപ്റ്റർ പഠിച്ചത്. പിന്നെ ഞാൻ ഇത് റിവൈസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ റെഡ്യൂല ഞാൻ മലസ്കസ് അത് എഴുതിയത് ശരിയാണെന്ന് അറിയില്ല, നല്ല ഡൗട്ട് പിടിച്ച് എഴുതിയത്. പിന്നെ B പാരപ്പോഡിയ അത് ഞാൻ ആനലിറ്റിക്സ് എന്നാണ് എഴുതിയത്. പിന്നെ കോംപ്ലീറ്റ്സ് ചീനോഫോർ അത് എനിക്ക് ഉറപ്പാണ്. പിന്നെ കാൽക്കാരിസ് ഓസിക്കിൾസ് ഞാൻ എന്തിനാണ് എഴുതിയത് എക്കിനോഡെർമേറ്റയ്ക്കാണ് തോന്നുന്നു. പിന്നെ എന്താണ് അതങ്ങനെ കഴിഞ്ഞു. 10th ഞാൻ എഴുതി ഡിഫറൻഷിയേറ്റ് കോൺട്രിക്ടേഴ്സ് ആൻഡ് റെസിപ്റ്റേഴ്സ് അത് ഞാൻ എഴുതി. എന്താണ് മൗത്ത് വെൻട്രലി ലൊക്കേറ്റഡ്, മറ്റേതിനാണെങ്കിൽ മൗത്ത് ടെർമിനലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്, മറ്റേതിന് എയർ ബ്ലാഡർ ഇല്ല. പിന്നെ കോൺസ്റ്റൻ്റ്ലി അതുകൊണ്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കണം, മറ്റേതിന് അങ്ങനെ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി. പിന്നെന്താ കംപ്ലീറ്റ് ദ ടേബിൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് 11th ക്വസ്റ്റ്യൻ. അപ്പോൾ ഭാഗത്ത് എന്തായി വന്നു കഴിഞ്ഞാൽ പറയാം. ഭാഗത്ത് ഞാൻ ഈസ്നോഫിലാണ് എഴുതിയത്. പിന്നെ B പാർട്ടിൻ്റെ അവിടെ
ഞാൻ എന്താ എഴുതിയത് 0.5 to 1% എഴുതിയത്. പിന്നെ സി പാർട്ടിൻ്റെ അവിടെ ഫാഗോസൈറ്റിക് എന്നാണ് എഴുതിയത്. ഡി പാർട്ടിൻ്റെ അവിടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നാണ് എഴുതിയത്. പിന്നെ എന്താണ് 12th ക്വസ്റ്റ്യൻ ഇൻ ഹ്യൂമൻ സം റിപ്സ് ആർ വൈസ്, അത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. അത് പറഞ്ഞാൽ ഞാൻ പഠിച്ച ചാപ്റ്ററാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാനൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ 13th ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാമായി ഞാൻ നോക്കിയിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ ലേബിൾ എ ആൻഡ് ബി. അത് എ ഞാൻ അഫറൻറ്റ് ആർട്ടറീസ് അല്ലെങ്കിൽ ആർട്ടറിയോൾസ് എന്ന് എഴുതി. പിന്നെ ബി ഞാൻ ബോമൻസ് ക്യാപ്സ്യൂൾ എന്നാണ് എഴുതിയത്. പിന്നെ ബി ഡിഫറൻഷിയേറ്റ് കോർട്ടിക്കൽ ആൻഡ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. അത് ഞാൻ എന്താ മറ്റേത് ഇംഗ്ലീഷ് ലൂപ്പ് മെഡുലറി എന്താ പറയുക മെഡുലറി പിരമിഡ് സെൻട്രസ് ഡിഷ് ആണെന്നില്ല, അതിൻ്റെ ഡീപ്പ് ആയിട്ട് പോകുന്നില്ല. മറ്റേതാണെങ്കിൽ പറഞ്ഞ ജെക്സ്റ്റേ ആണെങ്കിൽ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ ഡിഫറൻസ് എഴുതിയത്. പിന്നെ 14th ക്വസ്റ്റ്യൻ നെയിം ദ ഫോളോയിങ്. അത് ഹൈപ്പോഗ്ലൈസമിക് ഹോർമോൺ എന്നാണ്. അത് ഞാൻ എന്താ പറയുക ഗ്ലൂക്കഗൺ ആണ് എഴുതിയത്. പിന്നെ ഗ്ലൂക്കഗൺ. പിന്നെ ബി ക്വസ്റ്റ്യൻ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. അത് ഞാൻ കുറേ ആലോചിച്ചു. ഞാൻ ആദ്യം ഹൈപ്പർ ഗ്ലൈസമിക് ആണെന്ന് വിചാരിച്ചു, എന്നിട്ട് ഇൻസുലിനൊക്കെ എഴുതാൻ നിന്നു. പിന്നെയാണ് കാൽസ്യമിക് എന്ന് കണ്ടത്. എന്നിട്ട് ഞാൻ അപ്പോഴേക്കും കുറേ ചിന്തിച്ച് അവസാനം എനിക്ക് കിട്ടിയത് പാരാതൈറോയ്ഡ് ഹോർമോൺ ആണ്. എന്നിട്ട് ഞാൻ അതാണ് എഴുതിച്ച് പോകുന്നത്. സി ക്വസ്റ്റ്യൻ എമർജൻസി ഹോർമോൺ ആണ്, അത് ആഡ്രിനലിൻ എന്നാണ് എഴുതിയത്. പിന്നെ എന്താണ് ഡി ക്വസ്റ്റ്യൻ ആൻറ്റിഡയോട്ടിക് ഹോർമോൺ, അത് ഞാൻ വാസോപ്രസിൻ എന്നാണ് എഴുതിയത്. പിന്നെ 15th ക്വസ്റ്റ്യൻ എ ഡ്രോ ദ സ്ട്രക്ചർ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. COOH, അത് നിങ്ങൾക്ക് അറിയില്ലേ, COOH ഏറ്റവും മുകളിൽ അതിൻ്റെ സി ഇവിടെ NH2 ഇവിടെ H, പിന്നെ ഏറ്റവും താഴെ നമ്മൾ CH2OH അല്ല, അത് സെറിൻ്റെ കേട്ടോ, സെറൈൻ്റെ ആണ്. അത് ഗ്ലിസറോളിൻ്റെ CH2ൻ്റെ കൂടെ OH-ഉം പിന്നെ CH-ൻ്റെ കൂടെ OH-ഉം CH2ൻ്റെ കൂടെ വീണ്ടും ഒരു OH, അങ്ങനെയാണ് ഗ്ലിസറോളിൻ്റെ. ഞാൻ ആദ്യം പറഞ്ഞത് സെറൈൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ ബി നെയിം ദ ഗിവൺ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്, കൊളാജൻ എന്നാണ് എഴുതിയത്. പിന്നെ സെക്കൻഡ് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയറിൽ ഇത് എപ്പോഴും ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വേഗം കിട്ടി. ബി ഞാൻ കണ്ടിട്ടുണ്ടില്ല. ഞാൻ പറഞ്ഞ ലിപ്പിഡ്സ് എന്നൊക്കെ എഴുതി വെച്ചു പോകുന്നു, എനിക്കറിയില്ല. പിന്നെ എന്താണ് 16th ക്വസ്റ്റ്യൻ എൻസൈം ആർ എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ എൻസൈം ആർ ഡിവൈഡ് ഇൻടു 6 ക്ലാസ്സസ് റൈറ്റിംഗ് ഇൻ 2 ക്ലാസ്സസ് എന്ന്. ഞാൻ എല്ലാം ക്ലാസ്സസും കൊണ്ടെടുത്ത് എഴുതി. പറഞ്ഞാൽ ക്ലാസ്സസ് ആയിട്ടല്ല, ഞാൻ നേരെ ഇങ്ങനെ ആ ഫ്ലോ ചാർട്ട് പോലും നമ്മൾ വരയ്ക്കില്ല. എൻസൈംസ് പ്രോട്ടീനേറ്റഡ്, നോൺ പ്രോട്ടീനേറ്റഡ്. എനിക്ക് വീഡിയോയിൽ പറയുമ്പോൾ വല്ലാതൊരു എന്താ പറയുക, ഞാൻ സാധാരണ സംസാരിക്കുന്നതിനെക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ നോക്കുമ്പോൾ സംസാരിക്കുക. അപ്പോൾ എനിക്ക് എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റും, പേടി കാരണമാണ് എനിക്കറിയില്ല, ഒരു തെറ്റൽ കൂടുതലാണ് എനിക്ക് ക്യാമറേനെ പോലെ സംസാരിക്കുമ്പോൾ. അപ്പോൾ എന്താണ് ഇപ്പുറത്ത് പ്രോട്ടീനേറ്റഡും നോൺ പ്രോട്ടീനേറ്റഡും, പിന്നെ ഇവിടെ എന്താ അപ്പോൾ എൻസൈം എന്തോ പറഞ്ഞില്ല, അത് മറന്നു. അത് എഴുതി. ഇപ്പുറത്ത് എന്താ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പും പിന്നെ കോ എൻസൈമും മെറ്റൽ അയോൺസും അങ്ങനെ എന്തോ ആയിരുന്നു, അത് ഞാൻ എഴുതി. പിന്നെ വാട്ടർ കോ ഫാക്ടേഴ്സ്, അത് ഞാൻ എന്തൊക്കെ തള്ളി പിടിച്ച് എഴുതി. പിന്നെ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടല്ലോ വാട്ട് ഹാപ്പൻസ് ടു എൻസൈം ആക്ടിവിറ്റി കോ ഫാക്ടർ ഈസ് റിമൂവ് ഫ്രം എൻസൈം, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. കോ ഫാക്ടർ എൻസൈമിനെ റിമൂവ് ചെയ്ത എന്താ പറയുക കാറ്റലിസ്റ്റിക് എന്താണ് എബിലിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റി പോകും എന്നാണ് ഞാൻ എഴുതിയത്. എനിക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. കോ ഫാക്ടർ എന്താണെന്ന് ഞാൻ തള്ളി കൂട്ടി എഴുതിയതാണ് ഓരോന്ന്. പിന്നെ എന്താണ് 3 മാർക്കല്ലേ, 3 മാർക്ക് ക്വസ്റ്റ്യൻസിന് 3 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ 4 എഴുതിയിട്ടുള്ളത്. ആകെ ഒരേ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ 17th ക്വസ്റ്റ്യൻ ഞാൻ എഴുതി. അപ്പോൾ അതെന്താണ് എ ഞാൻ എഴുതിയത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. എ ഞാൻ എഴുതിയത് പോളിപ്പും ബി മെഡ്യൂസയാണ്. പിന്നെ ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ്, മറ്റേത് സിലിണ്ട്രിക്കൽ, പോളിപ്പ് സിലിണ്ട്രിക്കലാണ്, സെസൈലാണ്, മറ്റേത് ഫ്രീ ലിവിംഗ് ആണ്, അംബ്രല്ല ഷേപ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. വാട്ട് ഈസ് മെറ്റജനസിസ്, ഇറ്റ് ഈസ് ദ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എഴുതി. പിന്നെ പിന്നെ നിഡാരിയൻ്റെ ഒരു പേരിൽ വെച്ചിട്ടുണ്ട്, നിഡാരിയൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ബോത്ത് ബോഡി ഫോംസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി. പിന്നെ എന്താണ് 18th ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് റെനിൻ എന്താണ്, അത് അവരെന്താ ചെയ്യുക, റെനിൻ കൺവേഴ്സ് ആൻജിയോടെൻസിനോജൻ ടു എന്താ പറയുക ആൻജിയോടെൻസിൻ 1 ആൻഡ് ആൻജിയോടെൻസിൻ 2, എന്നിട്ട് ആൻജിയോടെൻസിൻ 2 വിച്ച് ഇസ് എ വാസോ കൺസ്ട്രക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് എഴുതി. പിന്നെ ANF ആക്ച്വലി ആൻറ്റിബയോട്ടിക് ഫാക്ടർ, അത് ഹാർട്ട് വാൾസിൻ്റെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ, അത് ഇറ്റ് ഈസ് എ ചെക്ക് ഓൺ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ അതെന്താ ചെയ്യുക എന്നുള്ളതും പറഞ്ഞാൽ, അത് ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്തിട്ട് പ്രഷർ കുറയ്ക്കും, എന്നിട്ട് ചെക്ക് ചെയ്യും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ANF. അതങ്ങനെ എഴുതി. പിന്നെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലങ്സ് ആണ്, അതൊക്കെ ഞാൻ തട്ടിക്കൂട്ടി എഴുതിയതാണ്. ലങ്സ് എന്തോ CO2ൻ്റെ എന്തോ ഇത് വെച്ച് എഴുതി. ലിവർ എന്താ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതിലേക്ക് തട്ടിക്കൂട്ടി എഴുതിയതാണ്. ഞാൻ പറഞ്ഞല്ലോ അവസാനം ഇപ്പോൾ ഓർമ്മ വന്നത്, എനിക്ക് സ്കിന്നാണ് ചോദിച്ചാൽ കിട്ടുമായിരുന്നു, ലിവറിൻ്റെ എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ 19th ക്വസ്റ്റ്യൻ എഴുതി. അതെന്താണ് എ പാർട്ട് ഞാൻ ന്യൂക്ലിയസ് എന്നും ബി എന്നുള്ളത് എന്താ പറയുക ആക്സോൺ, വേണമെങ്കിൽ മൈലിനേറ്റഡ് ആക്സോൺ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ട്. പിന്നെ സി ഞാൻ എന്താ എഴുതി, അതെന്തോ ആ ഗ്യാപ്പിനെ കുറിച്ച് പറയേണ്ടതാണ് തോന്നുന്നു.
പക്ഷേ ഞാൻ ഗ്യാപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ മൈലിന്ന് എഴുതി. പിന്നെ ഡി പാർട്ട് ഞാൻ എന്താ എഴുതിയത്, സിനാപ്റ്റിക് നോബ് എന്നാണ് എഴുതിയത്, സിനാപ്റ്റിക് നോബ്. പിന്നെ റൈറ്റ് ദ ലൊക്കേഷൻ ഓഫ് യൂണിപോളാർ ന്യൂറോൺ ആൻഡ് ബൈപോളാർ ന്യൂറോൺ, അത് ഞാൻ അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ച് എഴുതി. എനിക്കറിയില്ല, ഒരെണ്ണം ബൈപോളാർ റെറ്റീന ഓഫ് ആയോ അങ്ങനെന്തോ ആണ്, പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ച് പോലും ചെയ്ത്. അതിപ്പോൾ എക്സ്ട്രാ ഞാൻ 4 എഴുതിയിട്ടുണ്ടല്ലോ, മറ്റേത് എടുത്ത് പൊക്കോളും. പിന്നെ 20th ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ആണ്. എന്താ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അതും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഴുതിയിട്ടുണ്ട്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയമും എക്സ്പിറേറ്ററി റിസർവ് വോളിയമും ഞാൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. റെസിഡ്വൽ വോളിയമും ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റിയാണ് എന്തോ തെറ്റ് വന്നത്. പിന്നെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയും ശരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എയും സിയും കറക്റ്റ് എഴുതിയിട്ടുണ്ട്, ബി തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സുവോളജി ആകുമ്പോഴേക്കും എനിക്ക് എല്ലാം കൂടി മറന്നു ശരിക്കും പറഞ്ഞാൽ. ബോട്ടണി മറന്നില്ല എന്നല്ല, പിന്നെയും എനിക്ക് എന്തൊക്കെയോ എഴുതാൻ പറ്റി കേട്ടോ ബോട്ടണിയിൽ. സുവോളജിയിൽ പിന്നെ ഒന്നും ടൈം കിട്ടിയില്ല, കുറേ ചിന്തിച്ചിരുന്നുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റാതെ പറഞ്ഞാൽ എനിക്ക് ആ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഇല്ല, അതന്നെ എനിക്ക് കാണുമ്പോൾ അത് ആ 3 കിട്ടിയത് തന്നെ ഭാഗ്യം. ഇൻസുലിൻ ഇസ് പോളിമർ ഓഫ് അതെനിക്ക് അറിയില്ല. പിന്നെ സെറിബ്രൽ ഹെമിസ്ഫിയർ അതെന്തോ ഉണ്ട്, മറന്നു. എന്തോ സി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണത്, കണക്ട് ചെയ്യണതിൻ്റെ, അത് മറന്നു. ഭാഗ്യം മറ്റേ 3 കിട്ടിയത്. പിന്നെ എന്താ പറയുക, 9 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 9 എഴുതാൻ പറഞ്ഞില്ലാണെങ്കിൽ ഞാൻ എന്തൊക്കെയൊക്കെ തട്ടിക്കൂട്ടി, ഒരു ക്വസ്റ്റ്യൻ തട്ടിക്കൂട്ടി എഴുതിയതാണ്. അപ്പോൾ സുവോളജിയാണ് എനിക്ക് കുറച്ചുകൂടിയും ഭയങ്കരമായി പോയത്, എനിക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടായത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു, പക്ഷേ ഈ എവിടെ ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു വെച്ചാൽ കുഴപ്പമില്ല. ഇത് ലൊക്കേഷൻ എവിടെയെന്നൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല, യൂണിപോളാറിൻ്റെയൊക്കെ. പിന്നെന്താ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു, ഓർമ്മ കിട്ടാത്തതാണ് പ്രശ്നം. പിന്നെന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടിയും എഴുതാൻ പറ്റി പറഞ്ഞാൽ ഓർമ്മ വെച്ച് പറഞ്ഞാൽ അവസാനം നിങ്ങൾക്കും ഇതുപോലെ ഓർമ്മ കിട്ടാതെ നിങ്ങൾ കൺഫ്യൂഷൻ വരിക അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടായോ, എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയോ, നിങ്ങളൊക്കെ എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യണേ എന്നുള്ളതൊക്കെ പറയുക. പിന്നെ +1 ഞാൻ കെമിസ്ട്രി എക്സാമിൻ്റെ ആ ഒരു വ്ളോഗ് പറയണം, ഞാൻ ആ റിവിഷൻ ഞാൻ എൻ്റെ വായന എന്തൊക്കെയാണ് പറയണേ, ഞാൻ അതൊന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ കെമിസ്ട്രി എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല, അതിന് ശേഷം തന്നെ ഞാൻ വേഗം ചെക്ക് ചെയ്ത് യൂട്യൂബിൽ ഇങ്ങനെ A+ കിട്ടാൻ നമ്മൾ C മാർക്കൊക്കെ ആഡ് ചെയ്യുമോ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻസിൽ. അപ്പോൾ C മാർക്ക് ശരിക്കും പറഞ്ഞാൽ +1 A+, ഫുൾ A+ എന്നുള്ള ഇതും ഇല്ല. കാരണം നമുക്ക് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ സ്ക്രീനിൽ A+ ഗ്രേഡ് കാണിക്കുന്നില്ല, വെറും 10th-ലും നമ്മുടെ 12th-ലും മാത്രമേ ഇങ്ങനെ A+ എന്ന് കൂടെ കാണിക്കുള്ളൂ. ഇതിൽ ജസ്റ്റ് മാർക്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില സ്കൂൾസൊക്കെ ഫുൾ A+ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൈസൊക്കെ കൊടുക്കണം. കാരണം ചില സ്കൂൾസൊക്കെ 520-ൽ ഇത്രേൻ്റെ മുകളിൽ വാങ്ങിയവർക്കൊക്കെ ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നത് കാണാം, പ്രൈസസൊക്കെ കൊടുക്കുന്നത് കാണാം. അത് ഓരോ സ്കൂളും ഡിഫറെൻറ്റ് അവർ എങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന് അറിയില്ല. ചില സ്കൂൾസ് +1 കൊടുക്കുന്നില്ല, അറിയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞാൽ ചിലവർക്ക് പെർസെൻറ്റേജ് പറയും, ചിലവർക്ക് പിന്നെന്താ 520 ഇങ്ങനെ കിട്ടിയാൽ പറഞ്ഞു പെർസെൻറ്റേജ് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ചിലവർ A+ ഉണ്ട് അങ്ങനെ പറയും. അല്ലാതെ നമുക്ക് +1 A+ എന്നുള്ള ഒരു ഇതില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ +1 മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ +2 അതിനനുസരിച്ച് നമുക്ക് റിലാക്സ്, നമുക്ക് അത്ര പേടി വേണ്ട. ഇത് 2 കൂടി ആഡ് ചെയ്തിട്ടുള്ള മാർക്കാണല്ലോ +2 A+ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേഡ് ഇല്ല എന്നുള്ളതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിസർച്ചിലൂടെ എനിക്ക് കിട്ടിയത്. ഞാൻ പല വീഡിയോസും കണ്ടു, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവർ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനം കുറവ്, ഇനിയിപ്പോൾ ഇവിടെ A+ സിസ്റ്റമൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ നോക്കിയ പ്രകാരം ഇല്ല എന്നാണ്. പിന്നെ ഓരോരുത്തർ അവരുടെ സ്കൂളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളൂ. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് ബയോളജി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക. പിന്നെന്താ, പിന്നെ സ്റ്റഡി വ്ളോഗ് കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ ഞാൻ ബയോളജിക്ക് ശരിക്കും സ്റ്റഡി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് എൻ്റെ പഠിച്ച് കഴിയാത്തതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ല. അപ്പോൾ നമുക്ക് സമാധാനം പേടിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാത്തത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ വിചാരിച്ച പോലെ പഠിച്ച് കഴിയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എന്താ വെച്ചാൽ എൻ്റെ പ്രീവിയസ് ഞാൻ 2 സ്റ്റഡി വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ശരിക്കും സ്റ്റഡി വ്ളോഗ് പോലെ, പിന്നെ ഒരെണ്ണം ഞാൻ ഡേ ബിഫോർ ഹിന്ദി എക്സാം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അത്യാവശ്യം 2 വ്യൂസ് പോയി, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇനിയും സ്റ്റഡി വ്ളോഗ്സ് വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന്, എൻ്റെ ടാബിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന്. അത് ഞാൻ വെക്കേഷനിൽ ഞാൻ ചെയ്യാം കേട്ടോ. വെക്കേഷൻ ഞാൻ ആദ്യം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇനി വെക്കേഷൻ ആകുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ എന്തൊക്കെ കണ്ടൻസാണ് ഇപ്പോൾ ഇടേണ്ടത്, നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് താല്പര്യം വീഡിയോസായിട്ട് എൻ്റെ കണ്ടൻസായിട്ട് കാണാൻ താല്പര്യം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പറഞ്ഞാൽ എനിക്കിപ്പോൾ കണ്ടൻസ് ഐഡിയാസ് ഒന്നും ഇല്ല. പറഞ്ഞാൽ വെക്കേഷനായി ഞാൻ റെഗുലറായിട്ട് ഇടും. ഞാനിപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ജാനുവരി മിഡ് ആയപ്പോഴാണ് ശരിക്കും തുടങ്ങിയത്. എന്നിട്ട് ജാനുവരി മിഡ് മുതൽ ഇപ്പോൾ എനിക്ക് അത്ര വീഡിയോസ് ഇടാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു മാസം യൂട്യൂബ് തുടങ്ങിയിട്ട് 1 മാസം ആയപ്പോഴേക്കും എനിക്ക് ഇപ്പോൾ എക്സാമായി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വീഡിയോസിലേക്ക് കുറേ ഇടാൻ പറ്റിയില്ല. അപ്പോൾ വെക്കേഷനായി ഞാൻ എന്തായാലും റെഗുലറായിട്ട് ഇടാം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കണ്ടൻസും ടോപ്പിക്സ് എന്ന് പറഞ്ഞു തരിക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് താല്പര്യം, ഇങ്ങോട്ട് പോകണതിൻ്റെ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ വേണമെന്ന്.
അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് വ്ളോഗ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം ഉണ്ടായാലും എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ബൈ.